ഹലോ ഗായ്സ്, ഞാൻ എന്നുള്ളത് വേറൊരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ഒരു മൊണാസ്ട്രിയിലാട്ടോ. നമ്മളെ ഈ കൊടകിൽ പറഞ്ഞ മൊണാസ്ട്രി ഇല്ലേ, കൊടകിലെ പറഞ്ഞ മൊണാസ്ട്രി എന്നൊക്കെ ഇച്ചിരി വ്യത്യസ്തമാണിത്. നല്ല അടിപൊളി ആംബിയൻസ് തരുന്ന സ്ഥലമാട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മച്ചി, എന്താ രസം നോക്കിയേ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അപ്പം അമ്മാതിരി വെയിലാട്ടോ, സഹിക്കൂല മോനെ, ചൂട് ഭയങ്കര ചൂടാന്ന്. പക്ഷേ ഈ ആംബിയൻസ് ഉണ്ടല്ലോ, ഒരു 10 മണി തൊട്ടിട്ട് ഉള്ള ഒരു 4 മണി വരെ പ്രശ്നമുള്ളൂ. അതിന് മുന്നേ ഉള്ള സമയം അടിപൊളിയാണേ. ഇതിലെന്താ വ്യത്യസ്തത എന്നറിയോ? നമ്മളെ മോണാസ്ട്രി ഉണ്ട് അവിടെ കൊടകിലുള്ള മോണാസ്ട്രിയും തമ്മിൽ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. അതായത് മോണാസ്ട്രിയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതായത് ഇതാ ഈ കാണുന്നതൊക്കെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളുകളാണ് ആ കാണുന്നത്. നല്ലൊരു ആംബിയൻസ് തരുന്ന സ്ഥലം കേട്ടോ. ഏതാണ്ട് നമ്മുടെ ഈ കൊടകിലെ മോണാസ്ട്രിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്താൻ പറ്റും. നേരിട്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ 2 വീലർ അലൗഡ് അല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ വഴിയിലൂടെയാണെങ്കിൽ 2 വീലർ അലൗഡാണ്. ഓക്കെ. ദലൈലാമയെ കണ്ടോ? ഇവിടെയുണ്ട് ദലൈലാമയുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ സ്റ്റഡി ഹാള്, ഇൻവിറ്റേഷൻ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന ഹാളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണുമ്പോൾ അതുപോലെ ഉണ്ട് ഇവിടെ ഒരു സിറ്റുവേഷൻ. അവിടെ ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ്. അല്ല, ഞാൻ കാണിച്ചുതരാം. ഇവരെ ഒരു ലിപി കണ്ടോ? ഇതിൽ ഈ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ലിപി, ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? അതൊരു രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ആ ഗോൾഡൻ കളറിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്, നല്ലൊരു രസമാണ്. ഇതൊരു കണ്ടു കഴിയുമ്പോൾ അതൊരു കാണുമ്പം തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നും. മറ്റുള്ള ക്ഷേത്രവും ഈ ഇതുമായിട്ട് വരുന്ന സമയത്ത്, ഈ മോണാസ്ട്രി ആയിട്ട് വരുമ്പോൾ നല്ലൊരു വ്യത്യസ്തത കാണുന്നുണ്ട് അല്ലേ കേട്ടോ. ഹായ്, കുറേ നായ്ക്കളുണ്ട് ഇവിടെ, ഇങ്ങനെ കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിലൊക്കെ കുറേ നായ്ക്കൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഒരു വയ്യാവേലിയാണ്. ഇതിങ്ങനെ കടക്കണം, കാണുന്നില്ലേ? ഇതിങ്ങനെ കടന്നിട്ട് വേണം പോരാൻ. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം ഇത് കേട്ടോ, അത് കടന്നിട്ട് ഇങ്ങോട്ട് വരണം. ഇത് ഗവൺമെൻറ് ഇവർക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ് കേട്ടോ. കർണാടകയിൽ ഇപ്പോൾ ഇച്ചിരി ഫേമസ് ആയിരിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് കൊടകിലുള്ള മോണാസ്ട്രിയും പിന്നെ ഗുംബസും. ഇത് ഗുംബസ് എന്ന് പറയുന്നുണ്ട്. ഇത് അവിടുത്തെ പയ്യനോട് ചോദിച്ചപ്പോൾ ഗുംബസ് എന്നാണ് പറയുന്നത്. ഹലോ, പുള്ളിക്കാരൻ നിൽക്കുന്നില്ല കേട്ടോ. ഇത് ആ കാണുന്നതില്ലേ, അത് ആ സൈഡിലൊക്കെ കാണുന്ന സ്ഥലം കേട്ടോ ഈ സ്കൂളെന്ന് പറയുന്നത്. ഇതാണ് സ്കൂൾ.